വീണ്ടും റിപ്പോ റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്. ഇനിയും കുറയുമെന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ 1% പലിശ നിരക്കിൽ കുറവ് വന്നിട്ടുണ്ട്. അതായത് 100 ബേസിസ് പോയിന്റ് ഇപ്പോൾ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതായത് 1% പലിശകളിൽ കുറവ് വരും. അത് നമുക്ക് കിട്ടുന്ന പലിശയായാലും നമ്മൾ കൊടുക്കുന്ന പലിശയായാലും ബാധകമാണ്. കൊടുക്കുന്ന പലിശയ്ക്ക് 1% കുറയുന്നത് നല്ല കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന പലിശയ്ക്ക് 1% കുറവ് വരിക എന്ന് പറയുമ്പോൾ അത് അത്ര സന്തോഷകരമായ വസ്തുതയല്ല. മറ്റൊന്ന്, ഇനിയും ഇതുപോലെ ഒരു 25 തൊട്ട് 50 ബേസിസ് പോയിന്റ് വരെ, അതായത് 0.5% കൂടെ പലിശ കുറയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് തന്നെയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി കഴിഞ്ഞിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ബാങ്കുകളിലെ നമ്മുടെ നിക്ഷേപങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി വരുമ്പോൾ, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ, ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് എടുക്കേണ്ട പൈസ, അതും ബാങ്കിൽ നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. 2 എന്ന് പറയുന്നത് നമുക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ കുറച്ച് പൈസ അവിടെ കിടക്കട്ടെ, ആജീവനാന്തം ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിൽ നിന്നൊരു പലിശ കിട്ടുന്നു, എനിക്കൊരു വരുമാനമാണ്, അത് ഞാൻ ഉപയോഗിച്ച് ജീവിക്കാം എന്ന് കരുതുന്നതുകൊണ്ട്. ഇതിൽ രണ്ടാമത്തത് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ എടുക്കേണ്ടതല്ലാത്ത പൈസ, അതായത് ഒരു വരുമാനത്തിന് വേണ്ടി മാത്രം ബാങ്കിൻ്റെ പലിശയെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന പൈസ, ആ പൈസ ഇനി ബാങ്കിൽ നിന്ന് മാറ്റിപ്പിടിക്കുക. LICയുടെ ജീവൻ ശാന്തി, LICയുടെ ജീവൻ അക്ഷയ്, LICയുടെ സ്മാർട്ട് പെൻഷൻ എന്നീ ഏറ്റവും ഉദാത്തമായ ആജീവനാന്ത വരുമാന പദ്ധതികൾ ഇതിന് വളരെയധികം അനുയോജ്യമാണ്. അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട്. ഇതിൻ്റെ റേറ്റുകൾ എന്ന് പറയുന്നത് റിപ്പോ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മാത്രമല്ല, നല്ല റേറ്റ് നമുക്ക് ആജീവനാന്തം ലോക്ക് ചെയ്ത് ഗ്യാരണ്ടി ചെയ്ത് കിട്ടുന്നു. അപ്പോൾ വരുമാനത്തിന് വേണ്ടിയുള്ള നിക്ഷേപങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് LICയുടെ ജീവൻ അക്ഷയ്, ജീവൻ ശാന്തി, LIC സ്മാർട്ട് പെൻഷൻ. നന്ദി.